ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് 2025 ഇയർലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അതല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണലായി റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അതിൽ നിങ്ങളുടെ എനർജി മാത്രമാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് റീഡിങ്ങിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് 2025 വേണ്ടിയിട്ട് അത് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങൾക്ക് 2025 എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 2025 വേണ്ടിയിട്ട് ഓവറോൾ എനർജി നിങ്ങളുടെ 8 ഓഫ് കപ്സ് ആണ്, 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്, ആൻഡ് ഡെവിൾ. നിങ്ങളുടെ ജനറൽ മെസ്സേജസിൽ ആദ്യത്തെ കാർഡ് ഫൂൾ, ഏസ് ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് wands. അപ്പോൾ സാജിറ്റേറിയസ് ഓവറോൾ എനർജിയിൽ നിങ്ങളുടെ 8 ഓഫ് കപ്സ് ആണ്, 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്, ഡെവിൾ ആണ്. അപ്പോൾ ഇത് ഒരു ക്ലിയർ മെസ്സേജ് ആണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് സിറ്റുവേഷനെ വിടാൻ ശ്രമിക്കും 2025. ഓർ നിങ്ങൾ ഓൾറെഡി ഈ സിറ്റുവേഷന് പുറത്തായിരിക്കും ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളൊരു ഈ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിരുന്നില്ല. ഈ റിലേഷൻഷിപ്പിൽ കുറേ ടോക്സിസിറ്റി ഉണ്ടായിരുന്നു, കുറേ മാനിപ്പുലേഷൻ, അഫെയർ, എക്സ്ട്രാ മാരിറ്റൽ അല്ല, ചിലം ഒരു നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് അവരുടെ സൈഡിൽ നിന്ന് ആ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇഷ്യൂ എന്തായിരുന്നു വെച്ചാലും ഇത് ഒരു ഹാപ്പി സിറ്റുവേഷൻ ആയിരുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇമോഷണലി ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഈ പേഴ്സൻ്റെ കൂടെ. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വേറെ ഒരു ഡയറക്ഷനിലേക്കാണ് പോണത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഈ സിംഗിൾ എനർജിയിലേക്കാണ് പോണത്. ഓക്കെ, അപ്പോൾ ഒരു കമ്മിറ്റ്മെന്റിന് ഒരു സിംഗിൾ എനർജിയിലേക്ക്. ഇപ്പോൾ മറ്റവർക്ക് ഇതൊരു ജോബ് സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ ഒരു ജോബ് വിട്ടിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ടാവും. എന്നുവെച്ചാൽ ആ ജോബ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു അതിൽ നിങ്ങൾ ഹാപ്പി ആയിരുന്നില്ല. ഓക്കെ, അതിൽ അത്ര പൈസ ഇല്ല, പിന്നെ കുറേ ജോലിയും ചെയ്യണം. അപ്പോൾ അത് കാട്ടിലും നിങ്ങൾ ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് ഫ്രീലാൻസർ ഇല്ല, ഒരു നിങ്ങളുടെ തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് ആയിട്ടാണ് തുടങ്ങാൻ നോക്കണത്. ഇപ്പോൾ ജനറൽ മെസ്സേജസിൽ ഞാൻ ട്രാവൽ കുറേ കാണുന്നുണ്ട് 2025. നിങ്ങളുടെ എനർജിയിൽ ട്രാവൽ ഉണ്ട്. അത് മാത്രമല്ല ഇതൊരു റിസ്ക് എടുക്കുന്ന എനർജിയും കൂടിയാണ്. അപ്പോൾ 2025 നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിലേക്ക് നിങ്ങളൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കും. നിങ്ങൾക്കൊരു പേടിയില്ല അങ്ങനെ എന്തായിരിക്കും കോൺസിക്വൻസസ്, അതിന് കുറിച്ച് നിങ്ങൾ കൂടുതൽ ആലോചിക്കില്ല. നിങ്ങൾ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്തിട്ട് മുമ്പോട്ട് പോകണം. ആ ധൈര്യം ഉണ്ട് നിങ്ങൾക്ക് ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ. ഇവിടെ ലവ് ആൻഡ് റൊമാൻസിലും ഞാനൊരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സിംഗിൾ ആണ് 2025 വെച്ചാൽ ഒരു പുതിയ സ്റ്റാർട്ട്, ഒരു പുതിയ ഓഫർ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഇപ്പോഴും പാസ്റ്റിനെ കുറിച്ചാണ് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യണത്. പാസ്റ്റിൻ്റെ ഏതൊരു പേഴ്സണിനെ മിസ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരു പാസ്റ്റിൻ്റെ ഒരു സിറ്റുവേഷനെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അഗൈൻ ഇവിടെ ഞാൻ കുറേ നിങ്ങൾ ഡിമാൻഡിലാണ് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണതൊക്കെ ഒരു സക്സസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് 2025. കുറേ അപ്രീസിയേഷൻ ഉണ്ട് നിങ്ങളുടെ ജോലിക്ക്, നിങ്ങളുടെ മുകളിലാണ് ഒരു സ്പോട്ട് ലൈറ്റ് മാതിരി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഫെയിം ആൻഡ് പോപ്പുലാരിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫ് എങ്ങനെയായിരിക്കും 2025? ലവ് ലൈഫ് പറയാൻ പറ്റില്ല, പേഴ്സണൽ ലൈഫ് എന്ന് പറയാം. എന്ന് വെച്ചാൽ
പേഴ്സണൽ ലൈഫിൽ മറ്റ് റിലേഷൻഷിപ്സും ഇൻവോൾവ് ആണ്. ഫ്രണ്ട്ഷിപ്പ് ഇല്ല പേരൻസ്, സിബ്ലിങ്സ്, അതും ഇൻവോൾവ് ആവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് 2025 അപ്പോൾ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് എനർജിയിലാണ്. 4 ഓഫ് പെൻറ്റിക്കിൾസ് അത്ര ഓപ്പൺ അപ്പ് ആവണില്ല, കുറച്ചൊരു ഷൈ മാതിരി ഒരു എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. മേ ബി ഇത് പുതിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് ആയിട്ടായിരിക്കും, അത്ര ഓപ്പൺ അപ്പ് ആവാത്ത എനർജിയിലാണ് നിങ്ങൾ. ടെമ്പറൻസ് ഇവിടെ ബാലൻസും ഹീലിംഗിന്റെ എനർജിയാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും എൻഡിങ് ഉണ്ടായിട്ടുണ്ടെച്ചാൽ നിങ്ങൾ ഈ കൊല്ലം ഒരു ഫ്ലോയിൽ പോണ എനർജിയിലാണ്, ഹീൽ ചെയ്യണ എനർജിയിലാണ്, ആൻഡ് കുറെ ഒരു ബാലൻസ് ചെയ്യണ എനർജിയിലാണ്. അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണു 2025. കുറെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉണ്ട് ഇവിടെ. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ ഹാപ്പി അല്ലാത്തതുകൊണ്ട്, ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കുറെ സ്ട്രെസ് എടുക്കണു നിങ്ങൾ. ഇത് ചില കേസസിൽ ഇതൊരു അൺവാണ്ടഡ് സ്ട്രെസ് ആണ്, അൺവാണ്ടഡ് വറിയാണ്. മെന്റൽ ഹെൽത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കണം, എസ്പെഷ്യലി നിങ്ങളുടെ മദറുടെ ഹെൽത്ത്, ഇല്ല വെച്ചാൽ നിങ്ങളുടെ വൈഫിന്റെ ഹെൽത്ത്. എന്നുവെച്ചാൽ അവിടെ ഞാൻ കുറച്ച് സർപ്രൈസസ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത സർപ്രൈസസ് അവിടെ ഞാൻ കാണുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്തും സൂക്ഷിക്കണം. പിന്നെ ചില സീക്രറ്റ്സ് ഒക്കെ പുറത്തു വരും, പേഴ്സണൽ സീക്രറ്റ്സ്. ഇത് നിങ്ങളുടെ ആയിരിക്കാം, ഇല്ല വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയിലെ ആരുടെങ്കിലും എന്തോ ഒരു കാര്യം പുറത്തു വരുമ്പോൾ കുറച്ചൊരു ഷോക്ക് ആയിട്ട് ആയിരിക്കും അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ കരിയറും ഫിനാൻസസിലെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അപ്പോൾ കരിയർ ഫിനാൻസസിൽ ഞാൻ കാണുന്നത് കുറെ സക്സസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ട്രാവൽ ഉണ്ട്, അപ്പോൾ ജോബ് റിലേറ്റഡ് ട്രാവൽ ആയിരിക്കാം. പിന്നെ കുറെ ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി കരിയർ നിങ്ങൾക്ക് കൂടുതൽ ഒരു സക്സസ്ഫുൾ എനർജിയിലാണ് നിങ്ങൾ എന്തോ ഇൻവെസ്റ്റ്മെന്റ് ഇതുണ്ട് വെച്ചാൽ അതിൻ്റെ റിവാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് 2025 കിട്ടും. പിന്നെ ഇവിടെ കുറച്ചൊരു വെയിറ്റിംഗ് എനർജിയും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇട്ട ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഒക്കെ നിങ്ങൾക്ക് റിവാർഡ്സ് ഡെഫിനറ്റ്ലി കിട്ടും, പക്ഷെ കുറച്ചൊരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അത് ശരിയായ സമയത്ത് നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് വരാൻ പോണത്. ഇവിടെ ഞാൻ 2 ആൾക്കാരെ കാണുന്നുണ്ട്, കിങ് ഓഫ് സോർഡ്സ് ആൻഡ് കിങ് ഓഫ് കപ്സ്. ഒരു വാട്ടർ സൈൻ ആണ് ഒരു പേഴ്സൺ ഇവിടെ, ഒരു സ്കോർപിയോ എനർജി, ആൻഡ് മറ്റേ പേഴ്സൺ ഇവിടെ എക്വേരിയസ് എനർജിയാണ്, കിങ് ഓഫ് സോർഡ്സ്. അപ്പോൾ ഇത് 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എനർജീസ് ആണ്. മേ ബി നിങ്ങൾ ഈ 2 ആൾക്കാരുടെ കൂടെ ഡീലി ഉണ്ടാവും നിങ്ങളുടെ കരിയറിൽ. അപ്പോൾ എന്താണ് ഇവർ 2 ആളുടെയും ഇവിടെ എനർജി കാണുന്നത്? അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങിന്റെ ഞാൻ എനർജിയാണ് കാണുന്നത്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ജോബ് ഓഫേഴ്സ് കിട്ടുന്നുണ്ടാവും, മൾട്ടിപ്പിൾ ഓഫേഴ്സ് ആണ് ഇത് ക്രിയേറ്റീവ് എന്തെങ്കിലുമാണ്, കൊലാബറേഷനും ഉണ്ടാവും. പക്ഷെ ഡെഫിനറ്റ്ലി ഇവിടെ കുറെ പാഷൻ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പോണത്. അപ്പോൾ സ്റ്റാർ ഇവിടെ ആദ്യം അക്വേരിയസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ വിഷസും ഫുൾഫിൽ ആവുന്നുണ്ട്, കരിയർ റിലേറ്റഡ് ഗോൾസ് ഒക്കെ നിങ്ങൾ ഈസിലി അച്ചീവ് ചെയ്യാൻ പോകുന്നുണ്ട് 2025. അപ്പോൾ എന്താണ് നിങ്ങളുടെ ചാലഞ്ചസ് 2025 ചാലഞ്ചസ്? 5 of Wands, 6 of Swords, 5 of Swords ആൻഡ് പേജ് ഓഫ് സോർഡ്സ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങളുടെ 2025 ഞാൻ കാണുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. വേറെ ആൾക്കാരുടെ കൂടെ കോൺഫ്ലിക്റ്റ് ഇല്ല വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ മനസ്സിൽ ഇല്ല കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം ചില കേസസിൽ. മറ്റേ ആൾക്കാർ നിങ്ങളുടെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യുക, അതും ആവാം. 6 of Swords ഇവിടെ അഗൈൻ കുറെ ഡിഫിക്കൾട്ട് സമയം വിട്ടിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതൊരു ചാലഞ്ച് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ അതിൻ്റെ കൂടെ ഇങ്ങനെ ഡീൽ ചെയ്യാ പറഞ്ഞാൽ ഒരു ഡിഫിക്കൾട്ട് സമയം ആണ്. അപ്പോൾ അതിനെ എങ്ങനെയാ ഡീൽ ചെയ്യണ്ടേ, എങ്ങനെയാ മുമ്പോട്ട് പോകണ്ടേ, ആ ഒരു ട്രാൻസിഷൻ ഫേസ് കുറച്ചൊരു ഡിഫിക്കൾട്ട് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. 5 of
സ്വോർഡ്സ് ഉണ്ട് ഇവിടെ. 5 സ്വോർഡ്സ് ഒരു നെഗറ്റീവ് എനർജിയാണ്. കുറെ ആൾക്കാർ നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് കുറെ ജെലസ് ആവുന്നുണ്ട്. കുറെ ആൾക്കാർ നിങ്ങളെ കുറച്ച് യുനോ ഗോസിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഞാൻ കുറച്ചൊരു നെഗറ്റീവ് എനർജീസും കാണുന്നുണ്ട്. പേജ് സ്വോർഡ്സ് ഇവിടെ ഒരു അഗൈൻ എന്തോ ഒരു കാര്യം പുറത്തു വരണ എനർജിയാണ്. എന്തോ ഒരു ഗോസിപ്പ് പുറത്തു വരണ എനർജി ഇല്ല വെച്ചാൽ നിങ്ങളെ കുറിച്ച് കുറെ ആൾക്കാർ നിങ്ങളെ അറിയാണ്ട് എന്തോ ഒരു റൂമർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ലൈഫിന്റെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അതും ആവാം. ഇത് ഒരു പേഴ്സൺ നിങ്ങളുടെ സോഷ്യൽ മീഡിയനെ സ്റ്റോക്ക് ചെയ്യണ എനർജിയുമാണ്. അപ്പോൾ അതും സൂക്ഷിക്കണം. നിങ്ങൾ പറയണതൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടണത് അതൊക്കെ സൂക്ഷിക്കണം. എന്നു ചിലവർ കുറെ ക്ലോസ്ലി അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച്. അപ്പോൾ എന്താണ്, ആൻഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും കുറച്ചൊരു ചാലഞ്ചിങ് സമയമാണ്. ഓക്കെ, 2025. അപ്പോൾ എന്താണ് ഇവിടെ അഡ്വൈസ് ഉള്ളത്? 7 of Cups, Wheel of Fortune, Knight of Wands ആൻഡ് നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ അഡ്വൈസ് ഉള്ളത് 7 of Cups ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് കൺഫ്യൂഷൻ ഉണ്ടാച്ചാൽ കുറച്ച് വെയിറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ആ കൺഫ്യൂഷൻ മാറിയിട്ട് വേണം, ആ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്തിട്ട് വേണം ഡിസിഷൻ എടുക്കുക. വീൽ ഓഫ് ഫോർച്യൂൺ സമയത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ സമയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിൽ വെക്കേണ്ട എന്താ വെച്ചാൽ ഈ സമയം ചേഞ്ച് ആവും. ഇത് എപ്പോഴും ഒരുമാതിരി ആവില്ല. ഓക്കെ, അപ്പോൾ സമയം ചേഞ്ച് ആവും. ഈ സമയം ചീത്ത സമയം കഴിഞ്ഞിട്ട് ഒരു നല്ല സമയം വരും. അപ്പോൾ അത് മനസ്സിൽ എപ്പോഴും വെക്കുക. നൈറ്റ് ഓഫ് വോൺസ് പാഷൻ്റെ എനർജിയാണ്. അപ്പോൾ പാഷൻ്റെ കൂടെ പറഞ്ഞാൽ പാഷനറ്റ്ലി നിങ്ങളുടെ ഗോൾസിനെ പെർസ്യൂ ചെയ്യുക. നിങ്ങളുടെ ഇവിടെ ട്രാവൽ ഞാൻ കുറെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ട്രാവലിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ സക്സസ് ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അതിനെ പേടിക്കാണ്ട് പാഷനറ്റ്ലി അതിനെ ഫോളോ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ് കിട്ടും. നൈറ്റ് ഓഫ് കപ്സ് ഒരു റൊമാൻറ്റിക് എനർജിയാണ്. അപ്പോൾ റൊമാൻസ് വൈസും കുറച്ച് ഓപ്പൺ അപ്പ് ആവുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു പാർട്ട്ണർ വേണം എന്നുണ്ടെച്ചാൽ കുറച്ചൊരു ഓപ്പൺ അപ്പ് ആവുക. ഇങ്ങനെ റിസർവ്ഡ് ആയിരുന്ന നിങ്ങൾക്ക് ആരും പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പും വർക്ക്ഔട്ട് ചെയ്യില്ല. അപ്പോൾ കുറച്ച് നിങ്ങൾക്കും ഓപ്പൺ അപ്പ് ആവേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം? 2025 ഔട്ട്കം ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, 8 of Swords. അപ്പോൾ ഞാൻ ഇവിടെ കാണുന്നത് കരിയറിൽ നിങ്ങളുടെ ലൈഫിൽ കുറേ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ മുമ്പേ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല വെച്ചാൽ ഈ കൊല്ലം കുറേ കൂടിയും സ്റ്റേബിൾ ആണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു പുതിയ വീട് വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ട് വെച്ചാൽ അത് ഈ കൊല്ലം നല്ലതാണ് വീട് വാങ്ങിക്കാൻ. 8 of Swords ഒരു സ്റ്റാഗ്നൻസിയുടെ എനർജിയാണ്. നിങ്ങളെ ചില കേസസിൽ ചില സിറ്റുവേഷൻസിൽ കുറേ സ്റ്റാഗ്നൻ്റ് ആയി ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് നിങ്ങളുടെ മനസ്സിൻ്റെ സ്റ്റാഗ്നേഷൻ ആണ്. ഫിസിക്കലി നിങ്ങൾക്ക് ഈസിലി ഒരു ആക്ഷൻ എടുക്കാം ആൻഡ് നിങ്ങൾ ഈ മെന്റൽ സ്റ്റാഗ്നേഷന് പുറത്തു വരും. 2 of Wands ഉണ്ട് ഇവിടെ. ഒരു പ്ലാനിങ് ഫ്യൂച്ചറുടെ എനർജിയാണ്. ഇത് സ്ട്രാറ്റജൈസിങ്ങിന്റെ എനർജിയാണ്. അപ്പോൾ ഈ കൊല്ലം നല്ലോണം പ്ലാൻ ചെയ്യണം ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. ഫ്യൂച്ചറിൽ 5 years 10 yearsൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അതിൻ്റെ പ്ലാനൊക്കെ ഇപ്പോഴന്നെ നിങ്ങൾക്ക് തുടങ്ങണം. അതിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇപ്പോഴന്നെ തുടങ്ങണം. അപ്പോൾ അതാണ് നിങ്ങളുടെ 2025 റീഡിംഗ്. എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജസ് ഇവിടെ പറയുന്നത്? ഒറക്കിൾ മെസ്സേജ് ഇവിടെ ഡോണ്ട് കോംപ്രമൈസ് എന്നാണ് മെസ്സേജ്. ബൗണ്ടറീസ്, അസർട്ടീവ്നെസ്, കറേജ്, അൺവേവറിങ്. അപ്പോൾ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാണ്ട് നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യുക. ആൻഡ് എവിടെയാ ബൗണ്ടറി വെക്കേണ്ടതെന്ന് എസ്പെഷ്യലി പേഴ്സണൽ റിലേഷൻഷിപ്സിലേക്ക് നിങ്ങളുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിനെ ശരിക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ട വെച്ചാലും അത് ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് സാജിറ്റേറിയസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നിട്ട്. ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.